നമസ്കാരം. ആത്മസൂത്ര മൈൻഡ് കെയറിന്റെ സിംപ്ലിഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂഷ്വലി നമ്മുടെ വർക്ക് പ്ലേസിൽ വരുന്ന ചില ഇഷ്യൂസും അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും അതെങ്ങനെയാണ് ഒരു 5 ടിപ്സിൽ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. എങ്കിൽ ഇന്ന് രസകരമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം വന്നില്ലേ, അപ്പോൾ നമ്മളുടെ പണി കുറയല്ലേ ചെയ്യുന്നത്? ഇനി ഒരു കാലഘട്ടം വരുമോ നമ്മുടെ പണി പോകുന്നത്? ഈ ചോദ്യം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എങ്കിൽ എൻ്റെ ഒരു റിപ്ലൈ ഞാൻ പറയട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ജോലി പോവല്ല ചെയ്യുന്നത്, പകരം നമ്മളുടെ ജോലി ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരാൾക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റുമോ ഹ്യൂമൻലി, അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി നമുക്ക് ചെയ്തു തീർക്കാൻ ഉള്ളൊരു അവസരമാണ് AI ഒരുക്കുന്നത്. പിന്നെ ഈ ജോലിയെല്ലാം പോകുന്നതെന്ന് പറയുന്നത് അതിലെത്ര സത്യമാണുള്ളത്? തീർച്ചയായിട്ടും ജോലി പോകും. പക്ഷെ അതെല്ലാവരുടെയും ജോലിയല്ല പോകുന്നത്. AI അറിയാത്ത, മനസ്സിലാക്കാത്ത, കൺവെൻഷനലായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽ സെറ്റുള്ള ആൾക്കാരുടെ ജോലിയാണ് നഷ്ടപ്പെടുക. പകരം നമ്മൾ നിൽക്കുന്ന ഫീൽഡിലുള്ള AI ടൂൾസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ മറ്റാരെക്കാട്ടിലും കൂടുതൽ പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അതുപോലെയാണ് AI നമ്മളെ സഹായിക്കുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് AI നമ്മൾ വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനേജ്മെൻറ്റിൻ്റെ 5 ടിപ്സാണ് നമ്മളിന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ടിപ്പ് നമ്പർ 1 is യൂസ് AI ആസ് എ പാർട്ട്ണർ ആൻഡ് നോട്ട് ആസ് എ കോമ്പറ്റീറ്റർ. നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI. അപ്പോൾ നമ്മൾ അതിനെ ഒരു പാർട്ട്ണറായിട്ടോ ഒരു ടീം മെമ്പറായിട്ടോ ആണ് കരുതേണ്ടത്. അല്ലാതെ എനിക്ക് നാളെ കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ളൊരു മനോഭാവത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും AI ആയിട്ട് സ്നേഹത്തിൽ പോകാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് അസ്. അപ്പോൾ തീർച്ചയായും നമ്മളെപ്പോഴും AI നമ്മളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ ടീം മെമ്പറോ ആയിട്ടാണ് കാണേണ്ടത്, ആൻഡ് നെവർ ആസ് എ കോമ്പറ്റീറ്റർ. നമ്മളുടെ ജോലിയിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ചെറിയ ചെറിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബില്ലും ടാസ്കും എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് നമ്മളത് വീണ്ടും മാനുവലി എഡിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ 3rd ഫേസ് വന്നപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ ഡേറ്റ ഫിൽട്ടർ ചെയ്യാനാണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷണൽ സിസ്റ്റംസ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് മാർക്കറ്റിംഗ് മേഖല തുടങ്ങി മാനേജ്മെൻറ്റ് തുടങ്ങി നമുക്ക് എന്തിനു പറയുന്ന കുട്ടികൾ സ്കൂളിൽ essays എഴുതണമെങ്കിൽ വരെ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ ChatGPT കുറിച്ച് കേൾക്കാത്ത ആരുമില്ല അല്ലേ? എന്തൊരു ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് തരുന്ന എത്രയോ മേഖലകളുണ്ട്, എത്രയോ AI ടൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ ടിപ്പ് നമ്പർ 2 ഹെൽപ്ഫുൾ ആവുന്നത്. ഓട്ടോമേറ്റ് മൈക്രോ മാനേജ്മെൻറ്റ് വിത്ത് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് AI എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നോ അത്രയും ബെസ്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇപ്പോൾ ChatGPTയിൽ തന്നെ നമുക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്ത് അടിച്ചു കൊടുത്താലും നമുക്ക് വരുന്നു. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരാളെ ഹയർ ചെയ്യുന്ന മെയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊരു ഹ്യൂമൻ വേണം കീബോർഡിൽ അടിച്ചു കൊടുക്കാൻ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന റെസ്പോൺസ്. നമ്മൾ ഈ പ്രോംപ്റ്റ് നന്നായി പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ ദ ടിപ്പ് നമ്പർ 3 ഈസ് കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. AI ഫീൽഡിൽ എല്ലാ ദിവസവും ഒരു പുതിയ AI ടൂൾ വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 2 മാത്രം പഠിച്ചിട്ട് നമുക്ക് AI അറിയാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ. സോ കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് ദ കീ ഫോർ മെയിൻറ്റെയിനിങ് എ ഗുഡ് AI പ്രസൻസ്. നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും നമ്മളുടെ ടീം മെമ്പേഴ്സാണ് നമ്മുടെ സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് AI പഠിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ടീമിൻ്റെ പവർ കൂടില്ല. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ AI ടൂൾസും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ടീം വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു ടീം മൊത്തമായിട്ട് AI ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? അമേസിങ്, റൈറ്റ്? അതുകൊണ്ട് ദ ടിപ്പ് നമ്പർ 4 ഇസ് എംപവർ യുവർ ടീം വിത്ത് AI ടൂൾസ്. നമ്മളുടെ ടീം മെമ്പേഴ്സിന് നിർബന്ധമായും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണം.
നമ്മൾ പുതിയതായിട്ട് അറിയുന്ന AI ടൂൾസ് അവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരത് റിസർച്ച് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്കും തരും. ആൻഡ് ഓൾവേസ് ട്രസ്റ്റ് മീ, നോളജ് ഇംപ്രൂവ്സ് വിത്ത് ഷെയറിങ്. ഹ്യൂമൻസ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ AI മാറ്റി നിർത്തി ഹ്യൂമൻസിനെ മാറ്റി നിർത്തി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും വൈ ഡോണ്ട് വി ട്രൈ പെയറിങ് AI വിത്ത് ഹ്യൂമൻ കൊളാബറേഷൻസ്? എസ്പെഷ്യലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, ഒരു നല്ലൊരു മെൻറ്റർ ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് AI ടൂൾ കിട്ടുകയാണെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്നതും മാർക്കറ്റിംഗിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ ആ AI ടൂൾ യൂസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. കാരണം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം അത് യൂസ് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കും അതിനകത്ത് വരുന്ന ഓരോ മൈക്രോ മാനേജ്മെൻറ്റും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ആ പെർട്ടിക്കുലർ ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ട്. അതുകൊണ്ട് ടിപ്പ് നമ്പർ 5 is pair AI with human collaborations and that too with emotionally intelligent mentors. നമ്മൾ ഏത് ഫീൽഡിൽ വേണമെങ്കിലും നിന്നോട്ടെ, നമുക്കിപ്പോൾ 5 വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ there will be lot of people with 10 years experience, അല്ലേ? നമുക്കിപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും നമ്മളുടെ ഫീൽഡിലുള്ള ഒരാൾ നമ്മളുടെ മെൻറ്ററായിട്ടുണ്ടാകുന്ന നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നമുക്ക് പ്രൊഫഷണലി ഗ്രോ ചെയ്യാനും അത് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുന്ന AI ടൂൾസ്, അതിൻ്റെ സാധ്യതകൾ നമ്മളൊരു മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ ഈ മെൻറ്റേഴ്സ് നമ്മളെ സഹായിക്കും. So remember to apply all these tips and integrate AI in your workplace. നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. AI ഒരിക്കലും ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാ കാലത്തിലും പ്രൊഫഷണൽ ഫീൽഡ് റീപ്ലേസ് ചെയ്യാറുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കേട്ടിട്ടില്ലേ? ഡാർവിൻസ് തിയറി. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. AI നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ബട്ട് ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഇൻ യുവർ സിസ്റ്റം ആൻഡ് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ടീം മെമ്പർ ആൻഡ് നോട്ട് ആസ് എ കോമ്പറ്റീറ്റർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് ഏത് വർക്ക് പ്ലേസിലായാലും അതിനകത്ത് AI ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.